ബ്യൂറോക്രസിയിലെ ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് പ്രൊഫഷണലിസം. ചെയ്യുന്ന ജോലിയിൽ വൈദഗ്ധ്യമാണ് ഏറ്റവും ആവശ്യമായി വരേണ്ടത്. ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്താണ്? രാജ്യത്തെ ഭരണ സംവിധാനത്തിൻ്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. PSC ഇപ്പോൾ പുതിയ സിലബസിൽ ഇങ്ങനെയൊക്കെ വ്യക്തമായി പറഞ്ഞതുകൊണ്ടാണ് നമ്മളുടെ ആപ്പ് എടുക്കുന്നവർക്ക് കൃത്യമായി ക്ലാസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെയുള്ള എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചും ക്ലാസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ലേണിംഗ് ആപ്പിൻ്റെ ഭരണഘടനാ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC വളരെ കൃത്യമായിട്ട് ഈ പ്രാവശ്യത്തെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഒരു പുതിയ ടോപ്പിക്കിൻ്റെ പേര് പറയുന്നുണ്ട്, ബ്യൂറോക്രസി. ഭരണഘടന പഠിക്കുമ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ഒക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ട് അതിൻ്റെ കൂടെ ബ്യൂറോക്രസിയും കൂടെ ചേരും എന്നാലേ പൂർണ്ണമാകൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ പ്രാവശ്യം വളരെ കൃത്യമായി എന്താണ് ബ്യൂറോക്രസി, ആ ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എന്താണ് അതിൻ്റെ കീഴിൽ വരുന്ന സർവീസ്, അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ പ്രാവശ്യത്തെ സിലബസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം അങ്ങനെയുള്ള അനുബന്ധ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബ്യൂറോക്രസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ മലയാളം എന്താ? ഉദ്യോഗസ്ഥ വൃന്ദം. അതായത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒക്കെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മൂന്ന് തൂണുകളാണെങ്കിലും ഈ നിയമങ്ങൾ നിർമ്മിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിലെ അംഗങ്ങളും അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളാണ്. പക്ഷേ അത് നടപ്പിലാക്കണമെങ്കിൽ ഒരു ശക്തമായ ബ്യൂറോക്രസി രാജ്യത്ത് ആവശ്യമാണ്. ഉദ്യോഗസ്ഥ വൃന്ദം അതിനാവശ്യമാണ്. ഉദ്യോഗസ്ഥരില്ലാതെ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ആ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഈ ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് ബ്യൂറോക്രസി ഉള്ളത്? രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുക. ഒന്നായില്ലേ? രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇനി അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്യൂറോക്രസി ഉള്ളതുകൊണ്ടാണ്. ഇപ്പം നമ്മൾക്ക് എല്ലാത്തിനും പാർലമെൻറ്റ് ഒരു നിയമം നിർമ്മിച്ചു, ആ പാർലമെൻറ്റ് നിർമ്മിച്ച നിയമം അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ ഒരു നിയമം നിർമ്മിച്ചു, ആ നിയമം നമ്മളിലേക്ക് എത്തുന്നത് ആര് വഴിയാണ്? ഈ ഉദ്യോഗസ്ഥർ വഴിയാണ്. അപ്പോൾ ഇതാണ് ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ആര് വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദമുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മളുടെ ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന ബ്യൂറോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു 4-5 സവിശേഷതകൾ നമ്മൾ കൃത്യമായി ഓർത്തിരിക്കണം ബ്യൂറോക്രസിയുടേത്. ഒന്നാമത്തത്, ഇതൊരു ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷനാണ്. അതായത് ശ്രേണീപരമായ സംഘാടനമാണ്. മനസ്സിലായോ? അതായത് ഒരു ശ്രേണിപരമായ, അതായത് ഏറ്റവും താഴെ ഒരു പിരമിഡിന് ഷേപ്പിലാണ്. താഴെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരും, അതിന് മുകളിലേക്ക് വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കുറയും, അതിന് മുകളിലേക്ക് കുറയും, ഏറ്റവും അവസാനം ഒരാളിലെത്തും. അതായത് ഏറ്റവും എളുപ്പത്തിൽ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ബ്യൂറോക്രസി തലവൻ ചീഫ് സെക്രട്ടറിയാണ്. അവിടെ ഒരു പൊസിഷനിൽ ഒരാളെ ഉള്ളൂ അവിടെ. അയാളിൽ നിന്ന് തൊട്ട് താഴോട്ട് വരുമ്പോൾ അത് 2 or 3 ആയി മാറും. ഏറ്റവും അവസാന ഘടകം നമ്മുടെ ലാസ്റ്റ് ഗ്രേഡൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് എണ്ണം കൂടുകയും ചെയ്തു. അവിടെ മുതൽ മുകളിൽ വരെയുള്ള ആ ഒരു പിരമിഡ് പോലെ പോകുന്ന ഒരു ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ബ്യൂറോക്രസിയുടെ ഒന്നാമത്തെ സവിശേഷത, ശ്രേണീപരമായ സംഘാടനം. അപ്പം നമ്മൾ ചിലപ്പോൾ ചോദ്യം വരുന്നത് താഴെ പറയുന്നവയിൽ ബ്യൂറോക്രസിയുമായി ബന്ധമുള്ളത് അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയും അത് ഒന്നാമത്തത് ശ്രേണീപരമായ സംഘാടനമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പെർമനൻസ്, സ്ഥിരതയാണ്. ഈ ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അതിന് സ്ഥിരതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ സവിശേഷത. മൂന്നാമത്തത് യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ബ്യൂറോക്രസിയുടെ നിയമനം. അതായത് മെറിറ്റ് സിസ്റ്റമാണ്. എല്ലാവർക്കും തുല്യ അവസരമാണ് ഉദ്യോഗസ്ഥരാകാൻ. പക്ഷേ ആ ഓരോ പൊസിഷനിലിരിക്കുന്ന വ്യക്തികൾക്കും ആ പൊസിഷൻ കൈകാര്യം ചെയ്യുവാനുള്ള, ആ അധികാരം കൈകാര്യം ചെയ്യുവാനുള്ള യോഗ്യത കൃത്യമായി സർക്കാർ നോക്കാറുണ്ട്.
അപ്പോൾ ആ യോഗ്യതയ്ക്ക് അടിസ്ഥാനമുള്ള ആൾക്കാരെ മാത്രമേ നമ്മളവിടെ ഉദ്യോഗസ്ഥരായി നിയമിക്കാറുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത പ്രത്യേകത ഇതാണ്, യോഗ്യത അടിസ്ഥാനമാക്കിയ നിയമനം. മൂന്നാമത്തായില്ലേ. നാലാമത്തതാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, രാഷ്ട്രീയ നിഷ്പക്ഷത. ഒരു ഉദ്യോഗസ്ഥനാകുന്ന ഒരു വ്യക്തിക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ടാകും, പക്ഷെ ഉദ്യോഗസ്ഥനായി ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നിഷ്പക്ഷത വേണമെന്നുള്ളതാണ് ബ്യൂറോക്രസിയുടെ അടുത്ത സവിശേഷത. കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങളൊക്കെ വരും, അതൊന്നും മനസ്സിൽ പുറത്ത് കാണിക്കേണ്ട, നമ്മളിങ്ങനെ കരുതിയാൽ മതി. നാലാമത്തെ സവിശേഷത രാഷ്ട്രീയ നിഷ്പക്ഷതയാണ്. അഞ്ചാമത്തതാണ് പ്രൊഫഷണലിസം. ബ്യൂറോക്രസിയിലെ ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് പ്രൊഫഷണലിസം. ചെയ്യുന്ന ജോലിയിൽ വൈദഗ്ധ്യമാണ് ഏറ്റവും ആവശ്യമായി വരേണ്ടത്. അപ്പോൾ ഇത് 5 എണ്ണമാണ് ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ശ്രേണീപരമായ സംഘാടനമാണ്, രണ്ടാമത്തത് സ്ഥിരതയാണ്, മൂന്നാമത് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനമാണ്, നാലാമത്തത് രാഷ്ട്രീയ നിഷ്പക്ഷതയാണ് ആവശ്യമായി വരുന്നത്, അഞ്ചാമത്തത് വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണലിസം. ഇതാണ് ബ്യൂറോക്രസിയിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മളുടെ ഈ ബ്യൂറോക്രസി, ഇതാണ് ഉദ്യോഗസ്ഥ വൃന്ദമെങ്കിലും ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്യൂറോക്രസിയിൽ ഏറ്റവും പ്രധാന ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ അതായത് നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ചേർന്നതാണ് നമ്മുടെ സിവിൽ സർവീസ്. അപ്പം ബ്യൂറോക്രസി ഏറ്റവും പ്രധാനമാണ് സിവിൽ സർവീസ്. അപ്പോൾ ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേരുന്നതാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ ചേരുന്നതിനെയാണ് നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുക. ഇപ്പോൾ അതൊരു സാധാരണ ഒരു കുട്ടി, ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് സിവിൽ സർവീസിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അവൻ വഴിമാറിപ്പോകും. അവൻ്റെ ചിന്തയിൽ ഇപ്പോൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് കേട്ടുപരിചയമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ സിവിൽ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ IAS IPS എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ചിന്തിച്ച് കളയും. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്രത്തിലെ കേന്ദ്ര ഗവൺമെൻറ്റിലെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പിന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ ചേരുന്നതിനെയാണ് നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുക. ആ സിവിൽ സർവീസിന് നമ്മൾ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ്? ഒന്ന് ഓൾ ഇന്ത്യ സർവീസ്. ആ സിവിൽ സർവീസിൽ നമ്മൾ വരുമ്പോൾ 3ആയിട്ട് തരംതിരിക്കുക. ഒന്ന് ഓൾ ഇന്ത്യ സർവീസ്, രണ്ടാമത്തത് സെൻട്രൽ സർവീസ്, മൂന്നാമത്തത് സ്റ്റേറ്റ് സർവീസ്. ഇപ്പം ഐഡിയ ആയോ? അപ്പോൾ സിവിൽ സർവീസ് പറഞ്ഞാൽ നമുക്ക് വീണ്ടും 3ആയി തിരിക്കുക. ഏതൊക്കെയായിട്ടാണ്? അഖിലേന്ത്യാ സർവീസ് എന്ന ഓൾ ഇന്ത്യ സർവീസ്, ഇനി കേന്ദ്ര സർവീസ് എന്ന സെൻട്രൽ സർവീസ്, മൂന്നാമത്തത് സ്റ്റേറ്റ് സർവീസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് 3 എന്തൊക്കെയാണ്, ഇതിൻ്റെ 3 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഒന്നാമത്തത് അഖിലേന്ത്യാ സർവീസാണ്. നമ്മൾ മിക്കപ്പോഴും കേട്ടിട്ടുള്ളതാണ് അഖിലേന്ത്യാ സർവീസ്. എന്താ അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് എന്താ ഉദ്ദേശിക്കുന്നത്? ദേശീയ തലത്തിലേക്കുള്ള, അതായത് ദേശീയ തലത്തിലെ സർവീസിലേക്ക് തിരഞ്ഞെടുക്കുന്നു. അതായത് ദേശീയ തലത്തിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് നമ്മൾ അഖിലേന്ത്യാ സർവീസ്. അതായത് ഉദ്ദേശിക്കുന്ന ഇതുള്ളൂ, UPSC തിരഞ്ഞെടുക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടല്ലോ, ആ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങോട്ടാണ്? ഓൾ ഇന്ത്യ സർവീസിലേക്ക്, അഖിലേന്ത്യാ സർവീസിലേക്കാണ് നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഈ അഖിലേന്ത്യാ സർവീസിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന സർവീസ് നിയമനവും. അതായത് വരുന്ന ആൾക്കാർ, ഇപ്പോൾ അഖിലേന്ത്യാ സർവീസിൽ നിന്ന് വരുന്ന ഇപ്പോൾ ആൾക്കാരെ കുറേ പേര് അവരെ കേന്ദ്ര സർവീസിലേക്ക് നിയമിക്കും, അതേപോലെ സംസ്ഥാന സർവീസ് നിയമനങ്ങളിലേക്കും ഉണ്ടാവും. ഉദാഹരണം ഇപ്പോൾ IAS, അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്ന സാധനമാണ് IAS IPS ഒക്കെ. ഈ IAS കിട്ടുന്ന കുറേ ആൾക്കാർ കേന്ദ്ര സർവീസിലുണ്ടാവും. പിന്നെ സംസ്ഥാനങ്ങൾക്ക് കളക്ടറായിട്ട് സംസ്ഥാനങ്ങളിലേക്ക് അവർ വരും, സംസ്ഥാന ചീഫ് സെക്രട്ടറി പദവിയിലുണ്ടാകും. അപ്പോൾ ഇതെല്ലാം IASഉം IPSഉം ഒക്കെ ഏതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്? അഖിലേന്ത്യാ സർവീസിലാണ്. അപ്പോൾ ഈ അഖിലേന്ത്യാ സർവീസിലേക്ക്, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, അഖിലേന്ത്യാ സർവീസിലേക്ക് പരീക്ഷകൾ നടത്തുന്നത് ആരാ? UPSC ആണ്. അതിൻ്റെ മാനദണ്ഡവും ആ യോഗ്യതകളും എല്ലാം നിശ്ചയിക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഈ അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ അവർ പോകണം? കേന്ദ്ര സർവീസും ഉണ്ട്, സംസ്ഥാന സർവീസും ഉണ്ട്. ഉദാഹരണം IAS IPS അല്ലേ, അതാണ് അഖിലേന്ത്യാ സർവീസ് വരിക. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ചോദ്യം വരുന്ന താഴെ പറയുന്നവയിൽ അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണം ഏത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അത് IAS ആണ്, IPS ആണ്. ഓക്കെ, ഇനി അടുത്തതുണ്ട് ഈ അഖിലേന്ത്യാ സർവീസ് കഴിഞ്ഞാൽ തൊട്ട് താഴെ എന്തുണ്ട്? സെൻട്രൽ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ്. അപ്പോൾ ഈ കേന്ദ്ര സർവീസിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? അത് UPSC. ഓൾ ഇന്ത്യ സർവീസിലേക്കും
സെൻട്രൽ സർവീസിലേക്കും ഉദ്യോഗാർത്ഥികളെ പരീക്ഷ നടത്തി അവരെ തിരഞ്ഞെടുക്കുവാനുള്ള ഉത്തരവാദിത്തം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഈ കേന്ദ്ര സർവീസിൻ്റെ ഏറ്റവും വലിയ ഈ ഓൾ ഇന്ത്യ സർവീസിൽ നിന്ന് കേന്ദ്ര സർവീസിലേക്ക് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിൽ നിന്ന് കേന്ദ്ര സർവീസിലേക്ക് മാറുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മാത്രം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായിരിക്കും കേന്ദ്ര സർവീസിലുണ്ടാകുക. അഖിലേന്ത്യാ സർവീസിലുള്ളവർക്ക് കേന്ദ്ര സർവീസിലും പോകണം, സംസ്ഥാന സർവീസിലും വരണം. മനസ്സിലായേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ ഫോറിൻ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, IFS ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യേണ്ട കാര്യമില്ല. അയാൾ കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഈ റെയിൽവേ സർവീസ് വരുന്നത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർവീസിൻ്റെ കീഴിലാണ്. അപ്പോൾ അവർക്കും എങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പം ഐഡിയ ആയില്ലേ അഖിലേന്ത്യാ സർവീസും ഓൾ ഇന്ത്യ സർവീസ് കേന്ദ്ര സർവീസും തമ്മിലുള്ള വ്യത്യാസം? കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കും പരീക്ഷ നടത്തുന്നതും ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതും UPSC ആണ്. അതാണ് ഇത് തമ്മിലുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ അഖിലേന്ത്യാ സർവീസ് ഓൾ ഇന്ത്യ സർവീസിലേക്ക് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് കേന്ദ്ര സർവീസിൻ്റെ കീഴിലും ജോലി ചെയ്യണം, ചിലപ്പോൾ അവർ സംസ്ഥാന സർവീസിലേക്കും പോകേണ്ടി വരും. ഓക്കെ, കേന്ദ്ര സർവീസിലേക്ക് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും എങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകേണ്ട കാര്യമില്ല, അവരെപ്പോഴും കേന്ദ്ര സർവീസ് തന്നെയായിരിക്കും. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായില്ലേ? ഇന്നാളൊരു പരീക്ഷയ്ക്ക് താഴെ പറയുന്നതിൽ അഖിലേന്ത്യാ സർവീസ് ചെയ്ത് കേന്ദ്ര സർവീസ് ചെയ്തെന്ന് പറഞ്ഞൊരു ചോദ്യം വന്നു. അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾക്ക് വരരുത്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തതാണ് സംസ്ഥാന സർവീസ് ബ്യൂറോക്രസി. നമ്മൾ പറഞ്ഞു 3 തരത്തിലുണ്ട്. ഒന്ന് പറയുമ്പോൾ കേന്ദ്ര ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, സെൻട്രൽ സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ്. അപ്പോൾ സംസ്ഥാന സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുക. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, പൂർണ്ണമായും സംസ്ഥാന സർവീസിലേക്കുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഓരോ സംസ്ഥാനങ്ങളിലും അതാത് സംസ്ഥാനങ്ങളുടെ കീഴിൽ പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്. ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതി പാസ്സാകുന്ന, ഉദാഹരണം നിങ്ങളിപ്പോൾ ഇത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഈ വീഡിയോ കേട്ട് നിങ്ങൾ പഠിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കീഴിലുള്ള ഒരു പരീക്ഷ എഴുതി പാസ്സായി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടുക എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വഴി അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കീഴിൽ പരീക്ഷ എഴുതി അവർക്ക് ജോലി കിട്ടിയാൽ അവർ പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലായിരിക്കും. ജില്ലകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറേണ്ട വരും. അവർ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലായിരിക്കും അവരെ നിയമിക്കുക. ഇപ്പോൾ ഐഡിയ ആയില്ലേ? ഇതാണ് ബ്യൂറോക്രസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്യൂറോ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുന്നതിൻ്റെ 3 ഘടകങ്ങൾ. ഇത്രയും ഓർത്തു വെച്ചാൽ മതി. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണിത്, ബ്യൂറോക്രസിയെക്കുറിച്ച് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് പൊതുവായിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മ വരണം. അതായത് ഇന്ത്യയിലെ ഈ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്ഘാടനം ചെയ്തത് 1947 ഏപ്രിൽ മാസം 21-ാം തീയതിയാണ്. ഇങ്ങനെ ചില ചോദ്യങ്ങളാണ് നമ്മളെ പറ്റിച്ച് കളയുക. അപ്പോൾ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്ഘാടനം ചെയ്തതെന്ന 1947 ഏപ്രിൽ മാസം 21-ാം തീയതി. ഓക്കെ, അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് 1947 ഓഗസ്റ്റിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ വർഷം തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്ന ഡേറ്റിന് 2 മാസം മുമ്പാണ് നമ്മൾക്കിവിടെ ഓൾ ഇന്ത്യ സർവീസ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ ഓൾ ഇന്ത്യ സർവീസ് ഉദ്ഘാടനം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുകൊണ്ടാണ് ഏപ്രിൽ 21 നമ്മൾ ഏതായി ആചരിക്കുന്നത്? സിവിൽ സർവീസ് ദിനം. മനസ്സിലായോ? ഇനിയിപ്പോൾ സർക്കാർ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നത് സിവിൽ സർവീസ് ദിനമാണ് എന്നൊക്കെ ചില ദിവസം നമ്മൾ പറയും. അപ്പോൾ ആ സിവിൽ സർവീസ് ദിനം എന്ന് പറയാൻ കാരണം എന്താ? ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്ഘാടനം ചെയ്തത് 1947 ഏപ്രിൽ മാസം 21-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ഏപ്രിൽ 21 നമ്മൾ ഈ സിവിൽ സർവീസ് ദിനമായി ആചരിക്കുന്നത്. ഇനി ഇന്ത്യൻ സിവിൽ സർവീസിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്തായിട്ടാണ്? രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ നട്ടെല്ല്. രാഷ്ട്രീയക്കാരും MP-മാരും MLA-മാരും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടായെന്ന് കരുതി നിയമങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതൊരിക്കലും പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. കാരണം ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും അടിത്തട്ട് വരെ ഇത് എത്തിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസാണ്. അപ്പോൾ ഓർത്ത് വെച്ചോളുക, ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്താണ്? രാജ്യത്തെ ഭരണ സംവിധാനത്തിൻ്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്.
ഇനി നമ്മൾ ഈ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പിതാവാണ് കോൺവാലീസ് പ്രഭു എന്നൊക്കെ ഇപ്പോഴും നമുക്ക് പറയാം, കാലം കഴിഞ്ഞെങ്കിൽ പോലും. അപ്പോൾ കോൺവാലീസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഏതിലേക്ക് വരുന്നത്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അപ്പോൾ ഐഡിയ ആയില്ലേ? അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പിതാവാരാ? കോൺവാലീസ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്റ്റീൽ ഫ്രെയിം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? സിവിൽ സർവീസിനെ. ഇന്ത്യയുടെ സ്റ്റീൽ ഫ്രെയിമാണ്. കാരണം ശക്തമായിട്ടുള്ള ഈ സ്റ്റീൽ ഫ്രെയിമിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു സ്റ്റീൽ ഫ്രെയിം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ഓർത്തിരിക്കണം. മനസ്സിലായി? അപ്പം ബ്യൂറോക്രസി എന്ന് പറയുന്ന വളരെ ഒരു ചെറിയ ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇതിൻ്റെ 5 തരത്തിലുള്ള സവിശേഷതകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് 3 തരത്തിലുള്ള, അതായത് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ്. അപ്പോൾ ഞാനിത് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കാരണം, കഴിഞ്ഞ വർഷത്തെ ഒരു പരീക്ഷയ്ക്ക് നമ്മളോട് ചോദ്യം വന്നത് താഴെ പറയുന്നവയിൽ ഓൾ ഇന്ത്യ കേന്ദ്ര സർവീസിന് ഉദാഹരണം ഏതെന്നുള്ള ചോദിച്ചത്. അപ്പോൾ കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞാൽ ഇനി തെറ്റൂലല്ലോ, നമ്മുടെ ഫോറിൻ സർവീസ്, പോസ്റ്റൽ സർവീസൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ മാത്രം ജോലി ചെയ്യുന്നതിനാണ് കേന്ദ്ര സർവീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ടോപ്പിക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അധികമൊന്നുമില്ല, കാരണം PSC ഇപ്പോൾ പുതിയ സിലബസിൽ ഇങ്ങനെയൊക്കെ വ്യക്തമായി പറഞ്ഞതുകൊണ്ടാണ് നമ്മളുടെ ആപ്പ് എടുക്കുന്നവർക്ക് കൃത്യമായി ക്ലാസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെയുള്ള എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചും ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക്